ന്യൂഡൽഹിയിൽ നിന്ന് ഡി ധനസ്മോദ് കൂടി ചേരുകയാണ്. ധനസ്മോദ്, ആ 3 പേരിൽ ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നതിൽ ഒരു ക്ലൂവും ഹൈക്കമാൻഡ് ഇതുവരെ തന്നിട്ടില്ല. 3 ക്യാമ്പും ഒരേപോലെ ഇപ്പോഴും പ്രതീക്ഷയിലാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മതയോടെ കൃത്യതയോടെയുള്ള നീക്കങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. വളരെ വൈകിയാണെങ്കിലും ഒരു ക്യാമ്പിന് മുഷിച്ചിലുണ്ടാക്കാത്ത തരത്തിൽ, അവരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള ശ്രദ്ധ ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തീരുമാനം എപ്പോൾ കേരളത്തിൽ എത്തിച്ചേരും, എപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകും, എങ്ങനെയാണ് അത് കൈമാറുന്ന രീതി? ഈ 3 നേതാക്കൾക്കും ഒരു ക്ലൂ പോലും ഹൈക്കമാൻഡ് ഇതുവരെ നൽകിയിട്ടില്ല. പ്രധാനമായും കരുതിയിരുന്നത് ഇന്നലത്തെ ഒരു രാത്രി ഈ നേതാക്കന്മാരോട് സംസാരിക്കാനുള്ള ഒരു സമയമാണ് എന്നാണ് പൊതുവെ കരുതിയിരുന്നത്. പക്ഷേ ആ രാത്രി സംസാരിക്കേണ്ട, അതായത് ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകി കഴിയുമ്പോൾ സ്വാഭാവികമായും മുറിവേൽക്കപ്പെടുന്ന 2 പേരുണ്ടാകും. അവർക്ക് കൃത്യമായ ഒരു പാക്കേജ് നൽകി അവരെ ആശ്വസിപ്പിക്കുകയും മാത്രമല്ല അണികൾക്കിടയിൽ ഈ പാർട്ടിയിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ള ഒരു ധാരണ വരുത്തുകയും ചെയ്യണം. അതിന് ഈ നേതാക്കന്മാർ ഈ യോഗത്തിൽ ഉണ്ടാവണം എന്നുള്ള കാര്യം നിർബന്ധം തന്നെയാണ്. KC വേണുഗോപാൽ ഇപ്പോഴും ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് നീക്കമുണ്ടായെങ്കിൽ ഉടൻ തന്നെ കേരളത്തിലേക്ക് വരാം എന്ന കണക്കൂട്ടലിലാണുള്ളത്. രമേശ് ചെന്നിത്തലയും VD സതീശനും കേരളത്തിൽ തന്നെയാണ്. അദ്ദേഹം VD സതീശനാണെങ്കിൽ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ഈ സമ്മേളനത്തിൻ്റെ സമയമാകുമ്പോൾ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്യും. രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. പക്ഷേ ഈ നേതാക്കന്മാരെ ആരെയും ഹൈക്കമാൻഡ് ഇതുവരെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ഈ അസൈൻ ചെയ്തിരിക്കുന്നത് ഏത് സ്ഥാനമാണ്, അല്ലെങ്കിൽ നിങ്ങൾ മന്ത്രിസഭയിൽ ഏത് തരത്തിലുള്ള റോളായിരിക്കും നിങ്ങൾക്കുണ്ടാകുക എന്നുള്ളൊരു കാര്യം ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ല. അതൊരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാരണം അവർ ഇതിനകം തന്നെ ഉറപ്പ് നൽകിയ ഒരു കാര്യമുണ്ട്. സോണിയാഗാന്ധി എന്ത് തീരുമാനിച്ചാലും അവർ അംഗീകരിക്കുമെന്നുള്ളത്. സോണിയാഗാന്ധിയുടെ തീരുമാനം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ തീരുമാനം അത് അംഗീകരിക്കണം. അത് ഏതായാലും എന്തു തന്നെയായാലും അത് അംഗീകരിക്കും എന്നുള്ള ഒരു ഉറപ്പ് അവർ നൽകിയത് പാലിക്കുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഈ തരത്തിലുള്ള MLA മാരുടെ യോഗം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടായിരിക്കും ഈ 3 പേരെയും അറിയിക്കുക. അതിൽ 2 പേർ അവർക്ക് വിഷമം ഉണ്ടാക്കാത്ത തരത്തിൽ അവരുടെ ഒരു പാക്കേജ് എന്താണ്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളൊരു കാര്യം അവർ പറയും. പക്ഷേ ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, എന്തായാലും 2 പേർ ഈ മത്സരത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. ഇവർ ഈ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. പങ്കെടുക്കണം എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് നിർബന്ധപൂർവ്വം പറയുക. മാത്രമല്ല ഒരു പ്രശ്നവുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവരെ കൊണ്ട് തന്നെ ഒരു പേര് പറയിപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ഹൈക്കമാൻഡ് ചെയ്യുക. ശരി സുമോദ്, ഇവിടെ നോക്കൂ, ഒരു പ്രഖ്യാപനം, മുഖ്യമന്ത്രി ആര്, നിയമസഭാ കക്ഷി നേതാവ് ആര് എന്ന ഒരു പ്രഖ്യാപനം മാത്രം ഇന്നുണ്ടായാൽ പോരാ. കാരണം ആ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ മറ്റ് 2 പേർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം, കടുത്ത നിലപാട് അത് മാധ്യമങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ അത് വലിയ ക്ഷീണമുണ്ടാക്കും കോൺഗ്രസിന് എന്നത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഈ നിയമസഭാ കക്ഷി നേതാവ് ആരെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ മറ്റ് 2 നേതാക്കളെ എങ്ങനെയാണ് പരിഗണിക്കാൻ പോകുന്നത്, അവർക്കുള്ള പദവികൾ എന്താണ് എന്ന ആശയവിനിമയവും ഉടൻ തന്നെ നടക്കാനല്ലേ സാധ്യത? ആ തരത്തിലുള്ള ആശയവിനിമയം ഉടൻ തന്നെ നടത്തും. അതുകൊണ്ട് ഈ 3 നേതാക്കളും ഇപ്പോൾ ഹൈക്കമാൻഡിൽ നിന്നുള്ള ഒരു വിളി പ്രതീക്ഷിച്ച് തന്നെ കാത്തിരിക്കുകയാണ്. ഇതുവരെ 3 പേർക്കും വിളി എത്തിയിട്ടില്ല. 3 പേരെയും ആ സമ്മേളനത്തിന് മുമ്പായി തന്നെ വിളിക്കാം എന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഒരു കത്ത് അച്ചടിച്ച, ഇതിനകം തന്നെ എഴുതിയ കത്ത് സീൽഡ് കവറിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. യാത്രയിലാണ് കത്ത്. അതൊരു പ്രത്യേക ദൂതൻ മുഖേനയായിരിക്കും ആ കത്ത് നൽകുക. ആ കത്ത് തുറന്ന് വായിച്ചതിന് ശേഷം AICC അധ്യക്ഷൻ്റെ എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യം, ആരാണ് നേതാവ് എന്നുള്ളൊരു കാര്യം അത് അവിടെ അറിയിക്കും. കാരണം കഴിഞ്ഞ നിയുക്ത MLA മാരുടെ യോഗത്തിൽ അവർ തന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയതാണ് മല്ലികാർജ്ജുന ഖാർഗെ, അതായത് പാർട്ടി അധ്യക്ഷൻ ആരെ നേതാവായി തിരഞ്ഞെടുത്താലും അവർ സർവാത്മന അംഗീകരിക്കുമെന്ന്. അതുകൊണ്ട് പാർട്ടി നേതാവിൻ്റെ മല്ലികാർജ്ജുന ഖാർഗെയുടെ കത്ത് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ ഈ നിയുക്ത MLA മാരുടെ യോഗത്തിലായിരിക്കും ആ കത്ത് വായിക്കുക. അപ്പോഴാണ് ആരാണ് നേതാവ് എന്നുള്ളൊരു കാര്യം മറ്റ് MLA മാർക്ക് കൂടി അറിയാൻ കഴിയുക. എന്നതിൽ സസ്പെൻസ് നിലനിർത്തുന്നത് പോലെ തന്നെ മറ്റ് 2 പേർക്കുമുള്ള പദവികൾ അവരെ എങ്ങനെ പാർട്ടി പരിഗണിക്കും എന്നതിലും സസ്പെൻസ് നിലനിർത്തുകയാണല്ലേ ഹൈക്കമാൻഡ്?
ഹൈക്കമാൻഡ് ഈ നിമിഷം വരെ ആ തരത്തിലുള്ള സസ്പെൻസ് നിലനിർത്തുകയാണ്. കാരണം കൂടുതൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നേതാക്കന്മാർ മാറാത്ത തരത്തിൽ അവസാന ഘട്ടത്തിൽ മാത്രം ഇക്കാര്യം അറിയിച്ചാൽ മതി എന്നുള്ള ഒരു ധാരണയാണുള്ളത്. അതുകൊണ്ട് ഈ നിമിഷം വരെ നേതാക്കന്മാരെ അറിയിച്ചിട്ടില്ല. അവർ കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനത്തിന് വേണ്ടിയാണ്. സാധാരണ കഴിഞ്ഞ 7 വർഷമായി സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകളിലെല്ലാം മറ്റു സംസ്ഥാനങ്ങളിലെ ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ, നേതാക്കന്മാരെ തീരുമാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും അവിടെ ഡൽഹിയിലെ ഒരു കിങ് മേക്കറായി തന്നെ നിൽക്കുന്ന ഒരാളാണ് KC വേണുഗോപാൽ. പക്ഷേ ഇത്തവണയുള്ള പ്രത്യേകത KC വേണുഗോപാൽ കൂടി ഈ മത്സരത്തിൽ ഉള്ളതിനാൽ KC വേണുഗോപാലിനെ പങ്കെടുപ്പിക്കാതെയാണ് പ്രധാനപ്പെട്ട യോഗങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു യോഗം നടക്കുന്നത്. ഇന്നലെ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിലും അതിനു മുമ്പ് നടന്ന യോഗത്തിലും KC വേണുഗോപാലിനെ പങ്കെടുപ്പിച്ചില്ല. മാത്രമല്ല കേരളവുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള ഒരു ചർച്ച വരുമ്പോഴും ആ മുറിയിൽ നിന്നും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും നിൽക്കുന്ന ചർച്ച ചെയ്ത ആ മുറിയുടെ പുറത്ത് KC വേണുഗോപാലിനെ പുറത്ത് നിർത്തിക്കൊണ്ടാണ് ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ, ഈ 3 പേര്, രമേശ് ചെന്നിത്തലയും VD സതീശനും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഈ ഹൈക്കമാൻഡ് എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന് ഈ നിമിഷം വരെ അവർക്ക് അറിവ് കിട്ടിയിട്ടില്ല.